السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة تنهى عن الفحشاء والمنكر. صدق الله العلي العظيم. وقال النبي رسول الله صلى الله عليه وسلم: الصلاة عماد الدين من أقامها فقد أقام الدين ومن هدمها فقد هدم الدين أو كما قال شفيع الورى رسول الله صلى الله عليه وسلم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൽ ഉറച്ചു നിൽക്കുവാനും അല്ലാഹുവിൻ്റെ നിയമങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹുവിൻ്റെ നിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരും ഈ പള്ളിയുടെ ചുറ്റും മറപ്പെട്ട് കിടക്കുന്നവരും ഈ നാട്ടിലും മറുനാടുകളിലുമായി മറപ്പെട്ട് കിടക്കുന്ന ലോക മുസ്ലിമീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വലിയൊരത്ഭുതം പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത്. യാത്രാ സൗകര്യങ്ങളേറെ ഇല്ലാത്ത, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ജീവിച്ചിട്ട് അത് കണ്ടെത്താൻ കഴിയുകയോ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയോ ചെയ്യാത്ത, മൃഗങ്ങളെ വാഹനങ്ങളായി കണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ വലിയൊരു ടേണിംഗ് പോയിന്റിനെ, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ നായകനിലുണ്ടായ വലിയൊരു അത്ഭുതത്തെയാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പ്രതിപാദിക്കുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം 1475 കിലോമീറ്റർ ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് പോവുകയും ആ രാത്രി തന്നെ അവിടെ നിന്ന് ഏഴാനാകാശവും കടന്ന് പടച്ച തമ്പുരാനുമായി സംസാരിച്ച് സായുജ്യമടഞ്ഞ് തിരികെ സുബഹയുടെ മുമ്പ് മക്കയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള വലിയൊരത്ഭുതം വിശുദ്ധ ഖുർആൻ അത് വരച്ചു കാണിക്കുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അല്ലാഹുവിന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയ പടച്ച തമ്പുരാൻ എത്ര മഹാൻ, അത്ഭുതമാണ് അല്ലാഹു അവിടെ പഠിപ്പിച്ചു തന്നത്. പരിശുദ്ധ റജബിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മെഹറാജിന്റെ ഓർമ്മപ്പെടുത്തലുകൾ, സ്മരണകൾ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയങ്ങളാണിത്. ഈ സമയത്താണ് അല്ലാഹു തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്ത വലിയൊരു നിസ്കാരം, വലിയൊരു സമ്മാനം നിസ്കാരമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതെത്രത്തോളം കൊണ്ടു നടക്കുന്നു നമ്മൾ എന്നുള്ളത്, ആ സമ്മാനത്തിൽ എത്രത്തോളം കൃതാർത്ഥരാണ് നമ്മൾ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശവും കടന്ന് അള്ളാഹുവിനെ നേരിൽ കണ്ട് സൂറത്തുൻ നജ്മിൽ അള്ളാഹു പറയുന്നത് പോലെ ഫകാന കാബ ഖൗസൈനി ഔ അദ്ന, 2 വില്ലകലം അല്ലെങ്കിൽ അതിനേക്കാളും അടുത്തു നിന്ന് പരമ്പൊരുളായ പടച്ച തമ്പുരാനെ കണ്ണു നിറയെ കണ്ട് ആ പരബ്രഹ്മത്തിൽ ഇങ്ങനെ പുൽകി നിൽക്കുന്ന നേരത്തും തന്നെ കാത്ത് താഴെ നിൽക്കുന്ന 10,000-കണക്കായ മനുഷ്യന്മാരെ ഓർത്തുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കവിയുടെ ഭാവനയിൽ അതിങ്ങനെ കാണാം. തന്നാൽ കരേണ്ടവർ എത്രയോ പേർ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണലാണ്, ആ പരിശുദ്ധമായ നൂറിൽ വിലയം കൊള്ളലാണ്. ആ പരിശുദ്ധമായ നൂറിനെ കടാക്ഷിച്ച് നിൽക്കുന്ന നേരത്തും നമ്മെപ്പോലെയുള്ള സാധുക്കളായ ഉമ്മത്തിനെ ആലോചിച്ച് തിരികെ വന്നു. എന്തിന്? ഒരു സമ്മാനവുമായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ആ ആനന്ദം നിസ്കാരത്തിലൂടെ നമുക്കും അനുഭവവേദ്യമാകുന്നതിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് നിസ്കാരം സമ്മാനമായി തന്നത്. അതൊരു മുനാജാത്താണ്, അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണമാണ്. അത്തഹിയ്യാത്തിൽ നമ്മൾ ഇരുന്നിട്ടിങ്ങനെ പാരായണം ചെയ്യുന്ന ഓതുന്ന അത്തഹിയ്യാത്തിന്റെ വരികളുണ്ട്, ദുആകളുണ്ട്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അള്ളാഹുവിനെ കണ്ട നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തിയ മംഗളാശംസകൾ, അള്ളാഹുവേ എല്ലാ തരത്തിലുള്ള മുബാറകാത്തും തഹിയ്യാത്തും ത്വയ്യിബാത്തും എല്ലാ മംഗളങ്ങളും ഇതാ അങ്ങയുടെ മുമ്പിൽ. ആ ഒരു സംസാരത്തിന്റെ ഒരു ഭാഗമാണ് അത്തഹിയ്യാത്തിലൂടെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മുനാജാത്താണ്. ആ നിസ്കാരത്തെ അള്ളാഹു നമുക്ക് തന്നു. ആ നിസ്കാരത്തെ നമുക്ക് തരുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, ഈ നിസ്കാരത്തിന് ചില സമയങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും നല്ല സൽക്കർമ്മം അസ്സലാത്തു അലാ വഖ്തിഹാ, ആ നിസ്കാരത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ട സമയത്തു തന്നെ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം ഏതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണത്. ആ സമയത്ത് തന്നെ അത് നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ നിർവഹിക്കുന്നതിന് പലതുണ്ട് ഗുണം. അതിന് ആത്മീയമായ ഗുണങ്ങളുണ്ട്, ഭൗതികമായ ഗുണങ്ങളുണ്ട്. ആത്മീയമായ ഗുണമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്, ഒരു ദിവസം 5 നേരം ഒരു പുഴയിൽ കുളിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? സഹാബത്തെ കിറാം പറഞ്ഞു, നബിയെ, അയാളിൽ ഒരു തരത്തിലുമുള്ള ചെളിയും മാലിന്യവും ഉണ്ടാവൂല, അയാൾ ശുദ്ധനായിരിക്കും. അതേ പ്രകാരമാണ് നിസ്കാരം. ഫകദാലിക സ്വല, നിസ്കാരം അങ്ങനെയാണ്. നിങ്ങളിലുള്ള ദുർമേധസ്സുകളെ, നിങ്ങളുടെ ആത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിന്റെ കറകളെ, വൃത്തികേടുകളെ അത് ഇല്ലാതാക്കി കളയും 5 നേരത്തെ കൃത്യമായ നിസ്കാരം. അതിനുമപ്പുറം ഭൗതികമായ തലങ്ങളുണ്ട് നിസ്കാരങ്ങൾക്ക്. പലതരത്തിലുള്ള വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തുള്ള പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജേണൽ ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിന്റെ ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് വായിക്കുകയുണ്ടായി. അവരതിൽ പറയുകയാണ്, മുസ്ലിമിന്റെ നിസ്കാരം അവന്റെ ശരീരത്തിലുള്ള സിമ്പതറ്റിക് ആക്ടിവിറ്റികളെ മാറ്റിയിട്ട് പാരാസിമ്പതറ്റിക് ഫംഗ്ഷനുകൾക്ക് ഊർജം നൽകുമെന്നാണ്. എന്താ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും? സിമ്പതറ്റിക് എന്ന് പറഞ്ഞാല് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയും. നമ്മളോടൊരാള് ഇടിക്കാൻ വരുമ്പോ, ആക്രമിക്കാൻ വരുമ്പോ അയാളോട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, അയാളെ എങ്ങനെയാണ് തകർത്തടിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് സിമ്പതറ്റിക് ആക്ടിവിറ്റി. നമ്മുടെ ഞരമ്പുകളിലൂടെ നെഗറ്റീവ് എനർജികൾ ഇങ്ങനെ കയറി വരും. അതിന്റെ റിസൾട്ട് എന്താണ്? ടെൻഷൻ ഉണ്ടാകും, ഉത്കണ്ഠ ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും, പലതും ഉണ്ടാകും. നെഗറ്റീവ് എനർജി ഉയർന്നു വരും. എന്നാൽ കൃത്യമായ സമയത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം റെഗുലേറ്റ്സ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ഫംഗ്ഷൻ ആണ്.
ഒരാൾ കൃത്യമായ സമയത്ത് നിസ്കരിക്കുമ്പോൾ അയാളിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ ശരീരം കാമാൻ കൂളാകും, സമാധാനത്തിൽ അവന്റെ തലച്ചോറുകൾ പ്രവർത്തിക്കും. അവൻ ഒരു സംയമനത്തിന്റെ, സമാധാനത്തിന്റെ വക്താവായി മാറും. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മ്ലേച്ഛമായത്, വൃത്തികേടുകൾ, തോന്നിയവാസങ്ങൾ, മാലിന്യങ്ങളൊക്കെയും ഇല്ലാതാക്കും. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വൃത്തികേടുകളൊക്കെ മാറിയിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ വൃത്തികേടുകള്? നെഗറ്റീവ് എനർജി. ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ തോന്നുന്നുണ്ടോ? ഒരാളെ കുറിച്ച് വേണ്ടാത്തത് ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? വായ ഉപയോഗിച്ച് ചീത്ത വിളിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ഉപയോഗിച്ചിട്ട് വൃത്തികേടുകൾ ചെയ്തു പോകുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം നമുക്ക് യഥാർത്ഥത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത് കൃത്യസമയത്ത് ആത്മീയമായ ബോധത്തോടുകൂടി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി, എനർജി ഉണ്ടാകും, അത് വർക്ക് ചെയ്യും. ആ സമയത്ത് അയാളിൽ നല്ല ചിന്തകൾ കടന്നു വരും. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നേരത്തെ പഠിപ്പിച്ച ഹദീസ്. സഹാബത്തെ കിറാമിനോട് ചോദിച്ചു, ഏ സഹാബ, ഒരു മനുഷ്യൻ അറഅയ്ത റജുലൻ കാന യഅ്തമി, പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. അയാൾ വകാന ബൈന മൻസിലിഹി വബൈന മുഅ്തമലിഹി ഖംസതു അൻഹാർ, അയാളുടെ ജോലി സ്ഥലത്തിന്റെയും വീടിന്റെയും ഇടയിൽ 5 നദികളുണ്ട് എന്ന് സങ്കല്പിക്കുക. അയാൾ ജോലിക്ക് പോകുമ്പോ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന നേരത്ത് ഒന്ന് മുങ്ങിക്കുളിക്കും, റെസ്റ്റ് എടുക്കും, പിന്നെയും ജോലിക്ക് പോകുന്നു. അയാൾ ദിനേന 5 നേരം ഈ പുഴയിൽ വന്ന് മുങ്ങിക്കുളിച്ചു പോകുന്നു. ആ 5 നേരത്തെ കുറിച്ച് പറഞ്ഞത് നിസ്കാരത്തിന്റെ കൃത്യമായ നേരത്തെ അയാൾ വന്ന് ചെയ്യുന്നത് പോലെ ജോലി സ്ഥലത്ത് നിന്ന് വന്ന് കുളിച്ച് കയറി പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അയാളിൽ വസഖും അറഖും ഉണ്ടാകുമോ? വിയർപ്പും ചെളിയും ദുർഗന്ധം ഉണ്ടാകുമോ? ഇല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉണ്ടാവില്ല. അതേ പ്രകാരമാണ് നിസ്കാരം. ആ സമയത്ത് നമ്മൾ നിസ്കരിച്ചു നോക്കി. ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ, ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്. മനുഷ്യന്റെ ബയോളജിക്കൽ ടൈം ടേബിൾ ഉണ്ട്, ശരീരത്തിന്റെ ബയോളജിക്കൽ ടൈം ടേബിൾ. നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്ന സമയം, തലച്ചോറ് വർക്ക് ചെയ്യുന്ന സമയം, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കൂടുതലാകുന്ന സമയം, പെരികാർഡിയം, ഒരു ശരീരത്തിന്റെ അകത്തുള്ള ആന്തരിക അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാണ് അള്ളാഹു നിസ്കാരം സംവിധാനിച്ചിരിക്കുന്നത്. അത്ഭുതമാണ്. നിസ്കാരത്തെ കുറിച്ച് നന്നായി നമ്മളൊന്ന് പഠിച്ചാൽ അത്ഭുതം കൂറും നമ്മൾ. കൃത്യമായ സമയത്ത് ജമാഅത്തോടെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മറ്റൊരു ഗുണം ഐക്യമുണ്ടാകും. ഐക്യമത്യം മഹാബലം. ഉമ്മത്തിന്റെ ഇടയിൽ വിള്ളലുകൾ നിലനിൽക്കുന്ന ഈ കെട്ടകാലത്ത് ഐക്യമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങൾ പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കണം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് കാണാത്ത മനുഷ്യനോടും നിന്റെ വീട്ടിൽ ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ പള്ളിയിൽ വരണമെന്ന് പഠിപ്പിച്ചതും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുപാളയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി കോപ്പ് കൂട്ടുന്ന ശത്രുതയുടെ കൂരമ്പുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ഒരൊറ്റക്കെട്ടായി ചൂല് പോലെ, ഈർക്കിലുകൾ നിറഞ്ഞ ചൂല് പോലെ ഒരൊറ്റക്കെട്ടായി നിൽക്കാൻ, പ്രതിരോധത്തിന്റെ മഹാപർവ്വതം തീർക്കാൻ ഈ ഒരു ഐക്യം നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ നിസ്കരിക്കാൻ വാ പള്ളിയിലേക്കെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കതിന് പറ്റണം. നോക്കി നിങ്ങൾ, പുതിയ വിവരങ്ങൾ, വാർത്തകൾ വേദനിപ്പിക്കുന്നതാണ്. ഗ്യാൻവാപ്പി നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോവുകയാണ്. അത് അവിടെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആശ്വാസം കൊള്ളേണ്ട കാര്യമില്ല. 992 നമ്മുടെ കയ്യിൽ നിന്നൊരു മസ്ജിദ് നഷ്ടപ്പെടുമ്പോ ഇതേ നിയമപ്രകാരമാണ് അവിടെയും സംഭവിച്ചത്. കോടതിയാണ് വിധിച്ചത്, പൂജ ചെയ്യാം. ലോക്ക് പൊട്ടിച്ചകത്തേക്ക് കയറാൻ കർസേവകർക്ക് കഴിഞ്ഞെങ്കിൽ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി പുതിയ കാലത്ത് 2024 നൂതന സാങ്കേതിക വിദ്യകളുള്ള കാലത്ത്, മനുഷ്യന്മാരുടെ തലച്ചോറുകൾ വർക്ക് ചെയ്യുന്ന കാലത്ത്, നിയമത്തിന്റെ എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുള്ള കാലത്ത്
അതേ നിയമത്തിന്റെ പിൻബലത്തിൽ വീണ്ടും പള്ളിക്കകത്ത് പൂജ ചെയ്യാൻ അവസരം നൽകപ്പെട്ടിട്ടും മൂക്കത്ത് വിരൽ പോലും വെക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവരാണ് മുസ്ലിമെങ്കിൽ, ഒരു പ്രസ്താവന കൊണ്ട് പോലും പ്രതിഷേധം തീർക്കാൻ കഴിയാതെ പോയവരാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമെങ്കിൽ, എവിടെ നമ്മുടെ ഐക്യം? എവിടെ നമ്മുടെ നിസ്കാരത്തിന്റെ ഗുണം? എവിടെ നമ്മുടെ ഈമാനും തഖ്വയും തവക്കുലും? പേടിക്കണം. നമ്മൾ വളരെയേറെ പേടിക്കേണ്ട സമയത്തിലാണ്. ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണിത്. പള്ളികൾ നിസ്കാരം കൊണ്ട് നിറയട്ടെ. പള്ളികളിൽ സജീവമായി വരിൻ, നിസ്കരിക്കിൻ. നിസ്കാരം സമ്മാനം കിട്ടിയ മാസമാണ് റജബ്. നമ്മൾ പള്ളിയിൽ തന്നെ വന്ന് സുബഹിയും ളുഹറും 5 വഖ്തും നിസ്കരിക്കാൻ തയ്യാറെടുക്കിൻ. ആ ഒരു ഐക്യമുണ്ടാകട്ടെ, വിള്ളലുകൾ മാറി നിൽക്കട്ടെ. നമ്മളൊന്നാലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇതേ പ്രകാരം ഒരു വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടാൽ നമ്മൾ എന്താ പറയാ? അതാ സംഘടനക്കാരൻ്റെ അല്ലേ, കുഴപ്പമില്ല, അത് അവനിക്കത് വേണം, അവനിക്കത് വേണം. നമ്മൾ അങ്ങനെ പറഞ്ഞ് സായുജ്യം അടയുന്നവരാണ്. അതെന്റെ പള്ളിക്കകത്തല്ലല്ലോ, അത് അവന്റെ പള്ളിക്കകത്തല്ലേ. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇവിടെ ഉമ്മത്തിന്റെ നേതാക്കന്മാരൊന്നും ഇല്ല. ഈ പള്ളിക്കകത്ത് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ സാധാരണക്കാരായ നമുക്ക് ഒരു ചിന്തയുണ്ടാകണം. നമ്മൾക്കിടയിലെ ശാഖാപരമായ ചർച്ചകളിലുള്ള അനൈക്യത്തെ മാറ്റി നിർത്തിയിട്ട് കോർ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് പറ്റൂലേ? ഇനിയെങ്കിലും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചത് അയോധ്യ ക്ഷേത്രം പറഞ്ഞിട്ടായിരുന്നു. ഇനി അത് വിലപ്പോവില്ലെന്ന് അവർക്കറിയാം. നാഗ്പൂരിലെ സംഘപരിവാരത്തിന്റെ കാര്യാലയത്തിൽ അതിന്റെ കോപ്പുകൂട്ടലുകൾ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് ഗ്യാൻവാപ്പി മസ്ജിദ് നിർമ്മിക്കും. ഗ്യാൻവാപ്പി മസ്ജിദ് പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കും. ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണ്. ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കപ്പെടും, NRCയും CAAയും നടപ്പിലാക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് വോട്ടുകൾ ഏകീകരിക്കപ്പെടും. അന്നും നമ്മൾ നമ്മുടെ സംഘടനകളുടെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് ആർപ്പ് വിളികളും കൂലു തക്ബീറുകളും നടത്തണം. ഞങ്ങൾ മഹാബലമാണെന്ന് ആർക്കൊക്കെയോ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കണം. ഉമ്മത്തിന്റെ ഇടയിൽ വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലി തകർന്നുകൊണ്ടിരിക്കണം. ഐക്യത്തിന്റെ വിളിയാളങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളെ അകറ്റി നിർത്തണം, മാറ്റി നിർത്തണം. മുസ്ലിമിനെ മുജാഹിദും ജമാഅത്തും സുന്നിയും തബ്ലീഗുമാക്കി ഇനിയും മുറിച്ചുകൊണ്ടിരിക്കണം. കണ്ടാൽ സലാം പറയരുതെന്ന് വേദിയായ വേദികളിൽ ആഹ്വാനം ചെയ്യണം. സലാം പറയുന്നവനോട് ഭ്രഷ്ട് പറയണം, അവനെ പുറത്താക്കണം, മാറ്റി നിർത്തണം. ഒന്നിക്കരുത്. ഒന്നിച്ചു പോയാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടു പോകും. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. സാധാരണക്കാരായ നമുക്കിടയിലെങ്കിലും കേണപേക്ഷിക്കുന്നു, സാധാരണക്കാരായ നമുക്കിടയിലെങ്കിലും ഈ അതിർവരമ്പുകളൊന്നും മാറ്റിവെച്ചൂടെ? കുനൂത്ത് ഓതുന്നവൻ ഓതട്ടെ, ഓതാത്തവൻ കൈ താഴ്ത്തിയിടട്ടെ. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നവൻ ചെയ്യട്ടെ, ചെയ്യാത്തവൻ അവന്റെ ഇഷ്ടം ചെയ്യട്ടെ. മഖ്ബറയിൽ സിയാറത്ത് ചെയ്യുന്നവൻ ചെയ്യട്ടെ, അല്ലാത്തവൻ ചെയ്യാതിരിക്കട്ടെ. കാഫിറും മുശ്രിക്കുമാക്കി മാറ്റാനും മുർത്തദും മുബ്തദിഉമാക്കി മാറ്റാനും ഇനിയും പൊന്നു മുഅ്മിനെ വേദിയും പണവും നമ്മൾ ചെലവഴിച്ചുകൂടാ, സമയവും ആരോഗ്യവും ചെലവഴിച്ചുകൂടാ. ഒന്നിച്ചു നിൽക്കുന്നു, നിസ്കാരത്തോടെ ഐക്യത്തോടെ ഒന്നിച്ചു നിൽക്കുന്നവരാകിൻ. തോളോട് തോൾ ചേർന്ന് നിന്ന് ഐക്യത്തിന്റെ വിളിയാളങ്ങൾ, മഹാശബ്ദങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ നാടുകളിൽ ഉണ്ടാകട്ടെ. അള്ളാഹു അതിനു വേണ്ടിയുള്ള സന്ദേശമാക്കി ഈ റജബിനെ മാറ്റട്ടെ. സമ്മാനമായി കിട്ടിയ പരിശുദ്ധമായ നിസ്കാരത്തെ റജബ് 27 ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം. വരുന്ന വ്യാഴാഴ്ചയാണ്. ആ സന്തോഷത്തിന് വേണ്ടി അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് നിസ്കാരം തന്നല്ലോ എന്നുള്ള സന്തോഷത്തിന് വേണ്ടി നോമ്പെടുക്കാം. അത് സുന്നത്താണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. എടുക്കേണ്ടവർക്ക് എടുക്കാം. എന്റെ പടച്ചോൻ എനിക്ക് നിസ്കാരം തന്നല്ലോ, അള്ളാഹുവുമായി സംസാരിക്കാൻ എനിക്ക് സമ്മാനം കിട്ടിയല്ലോ, അവസരം കിട്ടിയല്ലോ, അതിനുവേണ്ടി എടുക്കണവരൊക്കെ നോമ്പെടുക്കും. അടുത്ത വ്യാഴാഴ്ചയാണ് റജബ് 27. ഇന്ന് റജബ് 21. പറ്റണവരെടുക്കിൻ. സ്നേഹത്തോടെ മുഖത്തോട് നോക്കി ഇനിയെങ്കിലും ഒന്ന് ചിരിക്കാൻ പഠിക്കിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു നിൽക്കിൻ. നമ്മുടെ സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സംഘടനാ ആദർശങ്ങളും ഒക്കെ വ്യക്തി ജീവിതത്തിൽ മാത്രം, സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം എന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ
ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.